ബി.ജെ.പിയുടെ കേരള ഘടകത്തിന്റെ അധ്യക്ഷനായി മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റു. കേരളത്തിന്റെ സംഘടനാ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള പ്രഹ്ലാദ് ജോഷിയാണ് ഔദ്യോഗികമായി അത് പ്രഖ്യാപിച്ചത്. തിരുവനന്തപുരത്ത് ചേർന്ന സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ വെച്ചായിരുന്നു പ്രഖ്യാപനം നടന്നത്. ബി.ജെ.പി കേന്ദ്ര നേതൃത്വത്തിന്റെ അനുഗ്രഹത്തോടെയാണ് രാജീവ് കേരള ബി.ജെ.പിയുടെ ചുമതലക്കാരനാകാൻ ഒരുങ്ങുന്നത്. പാർട്ടിയുടെ അധ്യക്ഷനായി നിയമിതനായ ശേഷം നടത്തിയ കന്നി പ്രസംഗത്തിൽ തന്നെ രാജീവ് കേരള സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു. അദ്ദേഹം കേരളത്തിൽ വികസനം വരണമെങ്കിൽ എൻ.ഡി.എ അധികാരത്തിലെത്തണമെന്നും പ്രഖ്യാപിച്ചു. കേരളം സ്വന്തം തട്ടകമല്ലാതിരുന്ന ഒരാൾ പണത്തിന്റെ ഹുങ്ക് കൊണ്ട് ഇന്നലത്തെ മഴയത്ത് പൊട്ടിമുളച്ച കൂൺ കണക്കിന് അധികാരവും സിംഹാസനവും നേടിയെടുത്തത് പണവും അധികാരവും കൊണ്ടാണെന്ന് ആർക്കാണ് മനസ്സിലാകാത്തത്? അങ്ങനെ ഒരാൾക്ക് ഒരൊറ്റ വാക്കിൽ വിശകലനം ചെയ്യാൻ കഴിയുന്നതല്ല കേരള രാഷ്ട്രീയം. മോദിക്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അധികാരം ലഭിച്ചിട്ട് പോലും കേരളത്തിൽ ബി.ജെ.പിക്കാരെ ഒരു പട്ടിക്കുഞ്ഞു പോലും ഇന്ന് വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ലാത്ത ഇടത്താണ് രാജീവ് ചന്ദ്രശേഖരെ പോലെ രാഷ്ട്രീയത്തിന്റെ യാതൊരു പാരമ്പര്യവും പറയാനില്ലാത്ത ഒരാളെ നയിക്കാൻ സാരഥിയാക്കുന്നത്. സുരേഷ് ഗോപി അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞതുപോലെ പൊങ്ങച്ചം പറയലിൽ ഇതൊക്കെ ഒതുങ്ങാതിരുന്നാൽ കൊള്ളാം. പിന്നെ വികസനത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു വരികയാണെങ്കിൽ ബി.ജെ.പിക്കാർ ഭരിക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ വികസനവും മേളവും ഒക്കെ കുറെ കണ്ടതാണ് കേരളത്തിലെ ജനങ്ങൾ. കേന്ദ്ര നേതാക്കൾക്ക് നന്ദി പറഞ്ഞാണ് രാജീവ് പ്രസംഗം തുടങ്ങിയത്. ബി.ജെ.പിയെ അധികാരത്തിലെത്തിക്കുകയാണ് പാർട്ടി ദേശീയ നേതൃത്വം തന്നെ ഏൽപ്പിച്ച ദൗത്യം. അത് പൂർത്തീകരിച്ച ശേഷം മാത്രമേ താൻ മടങ്ങി പോവുകയുള്ളൂ എന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ആ പറഞ്ഞ വാക്കാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് വീട് വാങ്ങിയത് നന്നായി. ഇനി സ്ഥിരമായി കേരളത്തിൽ തന്നെ കുറെ കാലം ജീവിക്കാം. മടങ്ങിപ്പോക്ക് നടക്കുമെന്ന് തോന്നുന്നില്ല. കേരളത്തിൽ താമരയ്ക്ക് അധികാരം പിടിക്കണമെങ്കിൽ വിചാരിച്ച പോലെ അത്ര നിസ്സാരമൊന്നുമല്ല കാര്യങ്ങൾ. മാറ്റം കൊണ്ടുവരലാണ് ദൗത്യം. ആ മാറ്റം കേരളത്തിൽ ഉണ്ടാകണമെങ്കിൽ ബി.ജെ.പി അധികാരത്തിൽ വരണമെന്നും രാജീവ് വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് തന്നെ സ്ഥാനാർത്ഥിയാക്കിയത് അപ്രതീക്ഷിതമായിരുന്നു. അന്ന് നൽകിയ മറുപടി തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്. സന്തോഷകരവും അഭിമാനകരവുമായ ഒരു ഉത്തരവാദിത്വമാണ് പാർട്ടി എനിക്ക് നൽകിയിട്ടുള്ളത്. പാർട്ടി പ്രവർത്തകരോടും നേതാക്കളോടും നന്ദി പറയുന്നു. സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റ ശേഷം പാർട്ടി യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതാണിത്. 9% വോട്ട് വിഹിതം ഉയർത്തി രാഷ്ട്രീയ വിജയം നേടാൻ കഴിയണമെന്നും മാരാർജി മുതൽ സുരേന്ദ്രൻ വരെയുള്ളവർ കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഇവിടം വരെ എത്തിയത് എന്നും അദ്ദേഹം പറഞ്ഞു. കസേര കിട്ടാതെ പിന്നാമ്പുറത്ത് നിന്ന് കണ്ണു തുടയ്ക്കുന്നവർക്കൊക്കെ ഈ ഒരു പുകഴ്ത്തലിൽ കുറച്ചു സുഖിച്ചു കാണണം. അതുകൊണ്ടെങ്കിലും തമ്മിൽ തല്ലാതെ മൗനം പാലിച്ച് ഇനി ഒരു മൂലക്കിരുന്നോളും. കേരളത്തിന് വളരെയധികം സാധ്യതകളുണ്ട്. ഇവിടുത്തെ യുവാക്കൾക്ക് അവസരം കിട്ടുമ്പോൾ തിളങ്ങുന്നുണ്ട്. എന്നാൽ ദക്ഷിണേന്ത്യയിൽ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ കേരളം പിന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചോദിക്കണം. ഇവിടെയുള്ള യുവാക്കൾക്ക് എന്തുകൊണ്ട് അവസരം കിട്ടുന്നില്ല, എന്തുകൊണ്ട് ഇവിടെ നിക്ഷേപം വരുന്നില്ല എന്നെല്ലാം ചോദിക്കേണ്ടതുണ്ട്. കോടികളുടെ നിക്ഷേപ സാധ്യതകൾ കേരളത്തിൽ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞും കേരള സർക്കാരുമായി കൈകോർത്തുകൊണ്ട് കേരളത്തിൽ വൻ നിക്ഷേപം നടത്താനുള്ള തയ്യാറെടുപ്പുകളുമായി വമ്പൻ കമ്പനികൾ നിൽക്കുന്നിടത്താണ് രാജീവിന്റെ ഈ പ്രസ്താവനയും ചോദ്യവും. ഒരു ചാനലിന്റെ അമരക്കാരൻ ഇതൊക്കെ അറിഞ്ഞില്ല എന്ന് പറയുന്നത് നാണക്കേടല്ലേ? കടമെടുത്താണ് ഇവിടുത്തെ സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നും പുതിയ ബി.ജെ.പി അധ്യക്ഷൻ വിമർശിച്ചു. കടമെടുത്തു എന്ന് പറയുമ്പോൾ കേന്ദ്രം കൊടുക്കാനുള്ളത് കൊടുത്തില്ല എന്നുകൂടി തിരുത്തി പറയാനുള്ള കുറച്ചെങ്കിലും ആർജവം കാണിക്കണം പുതിയ അധ്യക്ഷനെങ്കിലും. അതൊന്നും അല്ലെങ്കിൽ കേരളം കടമെടുക്കുന്നതിനും എത്രയോ മടങ്ങ് കേന്ദ്രം കടമെടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൂടി തുറന്ന് സമ്മതിക്കണം. ഇവിടെ അതൊന്നും അല്ലല്ലോ അല്ലേ ലക്ഷ്യം? കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണല്ലോ. അതിന് കോട്ടും സ്യൂട്ടും പത്രാസും ഒക്കെ തന്നെ ധാരാളം. അതേസമയം അതിവിദൂരമല്ലാത്ത ഭാവിയിൽ കേരളത്തിൽ എൻ.ഡി.എക്ക് മുഖ്യമന്ത്രി ഉണ്ടാകുമെന്ന് ബി.ജെ.പി നേതാവ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. നിങ്ങൾക്കും ഞങ്ങൾക്കും സന്തോഷിക്കാനുള്ള വക ഇവിടെ ഉണ്ടാകുമെന്നും ശോഭാ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. പക്ഷേ ശോഭയെ ഇതാരോ പറഞ്ഞു പറ്റിച്ചതാകാനാണ് സാധ്യത. കേരളത്തിന്റെ മുഖ്യമന്ത്രി പട്ടം തരാമെന്ന് പറഞ്ഞായിരിക്കും മിക്കവാറും ബി.ജെ.പിയുടെ നേതൃത്വം ശോഭയെ ഒരു മൂലയ്ക്ക് ചെവിക്ക് പിടിച്ചിരുത്തിയത്. ശോഭ ഡോറയെ പോലെ മാപ്പിനോടും ചോദിച്ച് കുറുനരിയെയും പേടിച്ചൊക്കെ വഴി ചോദിച്ചു നടക്കുമെന്നല്ലാതെ ശോഭ അധികാര കസേര കണ്ടിട്ട് വെള്ളമിറക്കേണ്ട എന്നാരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്താൽ നല്ലത്.